2023 റിലീസായ 18 ഇയേഴ്സ് ഓൾഡ് എന്ന ഒരു രസകരമായ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് വലിയൊരു കുടുംബം കാണിച്ചുകൊണ്ടാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു കുടുംബം. അധികാരം കൊണ്ടും സമ്പന്നത കൊണ്ടും അവർ ആ നാട്ടിലെ ടോപ്പ് ഫാമിലിയാണ്. രാജഭരണം ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു രാജകുടുംബമായിരുന്ന ആ ഒരു ഫാമിലി ഇപ്പോഴും ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ആ ഒരു രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറക്കാരിയാണ് മീക്ക നമ്മുടെ കഥാനായികയാണ്. അവൾ ഒരു രാജകുടുംബാംഗമായതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ അവളെ ആ ഒരു ബഹുമാനം കൊണ്ട് ഇപ്പോഴും പ്രിൻസസ് എന്ന് പോലുമാണ് സംബോധന ചെയ്യുന്നത്. അന്ന് മീക്കയുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ഒരു ദിവസമാണ്. അവൾക്ക് 18 വയസ്സായ സമയം അവളുടെ വിവാഹം വീട്ടുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ അതിന്റെ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ നടക്കാനായി പോകുന്നത് കൊണ്ട് തന്നെ ഗസ്റ്റുകൾ ഒരുപാട് പേർ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് ഇവരുടെ ഫാമിലിയുമായി പ്രശ്നമുണ്ടായിരുന്ന ഇവരുടെ ഒരു മുൻ ജോലിക്കാരൻ ഇപ്പോൾ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്. അയാൾ അവിടെയുള്ള ഗസ്റ്റുകളെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കുന്നു. അത് കണ്ട് മീക്ക അതിൽ ഇടപെടാൻ പോകുമ്പോൾ അയാൾ മീക്കയെ പോലും അറ്റാക്ക് ചെയ്യാനായി വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്തെങ്കിലും പറ്റും മുന്നേ അവിടേക്ക് എത്തുന്ന കോ എന്ന പയ്യൻ അവളെ രക്ഷിക്കുന്നു. കോ ഒരു നിസ്സാരക്കാരനല്ല, അവൻ മിക്കയ്ക്ക് വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ കോയെ കെട്ടിപ്പിടിച്ച് അവൾ സന്തോഷം പങ്കിടുന്നു. ആരാണ് കോ എന്നറിയണ്ടേ? മിക്കയ്ക്ക് ഏതാണ്ട് 10 വയസ്സുള്ളപ്പോഴാണ് അവൾ കോയെ ആദ്യമായി കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ മിക്ക വളരെ ഇൻഫ്ലുവൻഷ്യൽ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവൾക്ക് നേരെ എപ്പോഴും ഭീഷണിയും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമവും ഒക്കെ നടക്കാറുണ്ട്. അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ അതുപോലെ ഒരു തട്ടിക്കൊണ്ടുപോക്ക് ശ്രമം നടന്ന സമയം കോ ആണ് അതിൽ ഇടപെട്ട് അവളെ രക്ഷപ്പെടുത്തിയത്. ആ ഒരു സംഭവം മീക്കയുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഇംപ്രഷൻ കോയെ പറ്റി സൃഷ്ടിച്ചു. അതിനുശേഷം അവൾക്ക് കോ തന്നെ തന്റെ ബോഡി ഗാർഡായിട്ട് വേണം, അവൻ കൂടെ ഉണ്ടെങ്കിൽ തനിക്കൊരു ധൈര്യമുള്ളൂ എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ മീക്കയുടെ കുടുംബാംഗങ്ങളും അവനെ ഒരുപാട് വിശ്വസിക്കാനായി തുടങ്ങി. എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി മിക്ക വളർന്ന് ഒരു പെൺകുട്ടിയായി മാറുന്ന സമയം, മിക്ക വളർന്ന് പ്രായപൂർത്തിയാവുന്ന ഒരു സമയത്ത് അവൾക്ക് വിവാഹാലോചനകൾ വീട്ടിൽ നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിൽക്കാനും തനിക്ക് ഇഷ്ടമില്ലാത്ത ആളിനെ വിവാഹം ചെയ്യാതിരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത ശേഷം തനിക്ക് ഇഷ്ടമുള്ള ആളിനെ വിവാഹം ചെയ്യാനുമായി തൽക്കാലത്തേക്ക് ഒരടവെടുക്കുന്നു. ആ അടവ് മറ്റൊന്നുമല്ല, അവൾ നേരെ അവളുടെ ബോഡി ഗാർഡായിട്ടുള്ള കോയുടെ അടുത്തേക്ക് ചെന്ന് തന്നെ സഹായിക്കണമെന്നും തന്നെ ഡേറ്റ് ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു എന്ന രീതിയിൽ ഒന്ന് കൂടെ നിന്ന് അഭിനയിക്കണമെന്നും അത് ജസ്റ്റ് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു ഫേക്ക് സെറ്റപ്പാണ് അവൾ പറയുമ്പോൾ കോയ്ക്ക് അതിനോടൊട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും അവൻ അത് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ കോയെ തനിക്ക് വിവാഹം ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ ശരി, അവനെ ഇവർക്ക് നന്നായി വിശ്വാസമുള്ളത് കൊണ്ട് വീട്ടുകാർ അങ്ങനെ കോയെ വിവാഹം ചെയ്യാനായി മീക്കയെ അനുവദിക്കുന്നു. അങ്ങനെ അവരുടെ വിവാഹ ചടങ്ങ് നടക്കുന്ന സമയത്താണ് ഒരാളെത്തി ഇപ്പോൾ ഈ വിഷയം ഉണ്ടാക്കിയതും കോ അവളെ ഹെൽപ്പ് ചെയ്തതും. എന്തായാലും ആ ഒരു സമയത്ത് മീക്കയുടെ കവിളിൽ ചെറിയൊരു പോറൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കോയ്ക്ക് ആ കുഞ്ഞു പോറൽ കാണുമ്പോൾ പോലും ഭയങ്കരമായ ദേഷ്യം വരുന്നു. ഇതൊരു ഫേക്ക് മാരേജ് ആണ് എന്ന കാര്യങ്ങളൊക്കെ അവൾ അവനെ ആ സമയത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവന്റെ ടെൻഷൻ കാണുമ്പോൾ. പക്ഷെ അവൻ അതൊന്നും കാര്യമായി പരിഗണിക്കുന്നേ ഇല്ല. ഇവൾക്ക് എന്ത് പറ്റിയാലും അവന് ഭയങ്കരമായി ബാധിക്കുമെന്ന രീതിയിൽ തന്നെ നിൽക്കാണ്. അങ്ങനെ പർച്ചേസ് ചെയ്യാനായി രണ്ടുപേരും ഒന്നിച്ച് പോകുന്ന സമയം ആ ഒരു സ്റ്റോറിന്റെ ഓണർ മിയാമി എന്ന പെൺകുട്ടിയാണ്. മിയാമി കോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ഇപ്പോ ഇവിടെ വെച്ച് ഇവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ, താൻ എന്തായാലും കോയെ ഒരു ഫേക്ക് മാരേജ് അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഇവൻ ഒരു റിലേഷനിലേക്ക് പോയാലും തനിക്ക് വിഷയമൊന്നുമില്ല എന്ന രീതിയിൽ അവിടെ നിന്ന് അവൾ എഴുന്നേറ്റ് മാറുന്നു. ഈ സമയത്ത് മിയാമിക്ക് കോയുമായി ഒത്തുചേരാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്ത് പോയി സംസാരിക്കാനും കിസ് ചെയ്യാനും ഒക്കെ നോക്കുന്നത് മാറി നിന്ന് മീക്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അടുപ്പം കാണും എന്ന് തന്നെ മീക്ക കരുതുന്നുണ്ടെങ്കിലും പിന്നീട് തനിക്കിപ്പോ അവനെ ഇഷ്ടമാണെങ്കിൽ പോലും അവൻ തന്നെ ആ രീതിയിൽ കാണുന്നില്ല എന്ന കാര്യം മിയാമി മീക്കയോട് പറയുന്നത്. അങ്ങനെ ബോഡി ഗാർഡിൽ നിന്ന് ഇവരുടെ ഒരു കമ്പനിയുടെ മാനേജർ പൊസിഷനിലേക്ക് കോയിനെ നിയമിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഈ ഒരു മാരേജിന്റെ പേരിലല്ല, മറിച്ച് അവൻ അതിന് കേപ്പബിൾ ആണ് എന്ന് കണ്ടിട്ട് തന്നെയാണ്. കൂടാതെ അവിടെ കോ വർക്കിനൊക്കെ പോയി അങ്ങനെ ബിസി ആവുന്ന ഒരു ദിവസം ആക്ച്വലി മീക്കയ്ക്ക് ഒരു പയ്യനെ ഇഷ്ടമാണെങ്കിലും ആ പയ്യനുമായി അവൾക്ക് ഇന്നൊരു ഡേറ്റിന് പോകാൻ അവസരം കിട്ടുന്നു. പക്ഷെ അവനുമായി അവൾ കണ്ടുമുട്ടാനായി പോകുന്ന അതേ സമയം തന്നെ കോ അവിടെ എത്തി അത് ഡിസ്ട്രാക്ട് ചെയ്യാണ്. അങ്ങനെ അത് മിക്കയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ ഇപ്പൊ ഇങ്ങനെ വന്ന് അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞത്, എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെന്നെല്ലാം അവൾ ദേഷ്യപ്പെടുമ്പോൾ തൽക്കാലത്തേക്ക് അവളെ ഒരു ഡേറ്റിനും വിടാൻ അനുവദിക്കില്ലെന്ന് ആ ഒരു വാശിയിൽ തന്നെയായിരുന്നു അവന്റെ നിൽപ്പ്. എന്തായാലും അങ്ങനെ സത്യം പറഞ്ഞാല് കോ അവന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ അറിയാം മിക്കയ്ക്ക് കറന്റ്ലി അങ്ങനെ ഒരു റിലേഷൻ കണക്കൊന്നുമില്ല, വീട്ടുകാർ അവൾക്ക് വേണ്ടി ഉറപ്പിച്ച വിവാഹത്തിലേക്ക് പോകാനും അവൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൾ കോയെ ഒരു ഫേക്ക് മാരേജ് ചെയ്തതെന്ന്. അപ്പോൾ താൻ നല്ല രീതിയിൽ തന്നെ പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് മിക്കയുമായി ഒരു റിലേഷന് സാധ്യതയുണ്ടെന്ന് തന്നെ കോയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആക്ച്വലി അവൾ ആദ്യം കാണുമ്പോഴേ കോ അവരുടെ കമ്പനിയുടെ ഒരു സ്റ്റാഫ് തന്നെയായിരുന്നു. ആ സ്റ്റാഫ് ആയിരിക്കുന്ന അവനാണ് അന്ന് അവളെ ഒരാൾ ഉപദ്രവിക്കാനായി ശ്രമിച്ചപ്പോൾ പ്രൊട്ടക്ട് ചെയ്തത്. അന്ന് മുതൽ അവൻ തന്റെ ബോഡി ഗാർഡായി വേണമെന്നും അവൾ വാശി പിടിച്ചിരുന്നു. അന്ന് ഈ രണ്ട് കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അന്നേ ഒരു ഹാർഡ് വർക്കറുമായിരുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല കപ്പിളായി അഭിനയിച്ച് ഒടുക്കം മിക്കയ്ക്ക് പോലും അവനോട്
അവനോട് ഒരു ഇഷ്ടം പതിയെ തോന്നി തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവൾ കോയിന്റെ PA ആയി അവരുടെ തന്നെ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു. തുടർന്ന് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് ഇപ്പൊ അവനോട് ഒരു ഇഷ്ടം തോന്നുന്നത് കൊണ്ട് തന്നെ കോയുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ പോലും അവൾക്ക് ആ ഒരു ഹാർട്ട് ബീറ്റ് റേസ് ആവുന്ന ഫീലും കാര്യങ്ങളും ഒക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. അതൊക്കെ പതിയെ അവനും മനസ്സിലാവുന്നു. അവൾ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു എന്ന് മനസ്സിലാവുന്ന അവൻ, പക്ഷെ അവൾ ഈ ഒരു റിലേഷനിലേക്ക് അങ്ങ് പൂർണ്ണമായും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് അവളെ വളരെയധികം കെയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ആ ഒരു സ്പേസ് അവൾക്ക് നൽകി തന്നെ അവളുടെ കൂടെ നിൽക്കുന്നു. അതിനെപ്പറ്റി അവൻ തുറന്നു പറയുന്നുണ്ട്, നീ എപ്പോഴാണോ പൂർണ്ണമായും എന്നെ നിന്റെ ഹസ്ബൻഡായി കണ്ടു തുടങ്ങുന്നത് അന്ന് നമുക്ക് ജീവിച്ചു തുടങ്ങാമെന്ന്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകെ താനിപ്പോ ചേർന്നിരിക്കുന്ന ഈ PA ജോലിയുടെ ഫസ്റ്റ് സാലറി ലഭിക്കുന്ന ദിവസം അവൾ കോയെ ഒരു ഡേറ്റിന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരങ്ങനെ ഹാപ്പിയായി ഇവിടെ സംസാരിച്ച് നിൽക്കുന്നതിന്റെയൊക്കെ പിക്ചർ ആരോ മാറി നിന്ന് ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് അമാൻ എന്ന ഒരു കസിൻ മിക്കയെ കാണാനായി വരുന്നത്. പക്ഷെ അവൻ കുറച്ച് നാളുകളായി നാട്ടിലുണ്ടായിരുന്നില്ല. ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ രണ്ടുപേരും ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അവൻ തിരിച്ചു വന്ന എക്സൈറ്റ്മെന്റിൽ അവനെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നു. അങ്ങനെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അമാൻ കോയെ അവിടെ കാണുന്നുണ്ട്. കോയെ തീരെ ഇഷ്ടമില്ലാത്ത അമാൻ, എന്നാലും നീ എന്തിനാ ബോഡി ഗാർഡിനെ വിവാഹം ചെയ്തത്? നിനക്ക് എന്നെ വിവാഹം ചെയ്യാൻ മേലായിരുന്നു എന്നല്ല ചോദിക്കുന്ന സമയം നിങ്ങളുടേത് ഒരു ഫേക്ക് മാരേജ് ആണെന്ന് എനിക്ക് അറിയാമെന്നും അവൻ പറയുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത കോ ഞങ്ങളുടേത് ഫേക്ക് മാരേജ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മിക്കയെ കിസ് ചെയ്യുന്നു. ഇതൊരു ഫേക്ക് അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവൻ ആ കിസിനെ കണ്ടത്. എന്തായാലും അത് കാണുന്ന അമ്മാൻ ഒരു പണി ഒപ്പിക്കുന്നു. കിസ് ചെയ്തെന്നോർത്ത് ആരും ആരുടെയും ഒന്നും ആകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അമ്മാൻ വേഗം തന്നെ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാനായി കോയെ കയറി കിസ് ചെയ്യുന്നു. കോ ആണെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്തതോർത്ത് ആകെ അന്തം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ കൊണ്ട് നിന്നില്ല. അമാൻ അടുത്ത ദിവസം കമ്പനിയിലേക്ക് ചെന്ന് മിക്കയെ അവന്റെ കൂടെ ലഞ്ചിന് ക്ഷണിക്കുകയാണ് പുറത്തു പോകാനായി. ആ സമയത്ത് കോ അത് കണ്ട് തടയാൻ നോക്കുമ്പോൾ ഞാൻ മുത്തശ്ശന്റെ അപ്രൂവൽ മേടിച്ചിട്ടാണ് ഇവളെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞു വെളിയിലേക്ക് മിക്കയെ അവൻ കൂട്ടിക്കൊണ്ടു പോകാനായി ഒരുങ്ങുന്നു. മിക്ക ഇപ്പൊ വരാന്ന് പറഞ്ഞു ഒന്ന് റെഡി ആവാനായി പോകുന്ന ആ ഒരു സമയത്ത് കോയോട് അമാൻ സംസാരിക്കുകയാണ്. ഞാൻ കുറച്ചു നാള് നാട്ടിലില്ലാതെ പോയി, അതുകൊണ്ട് അവൾ നിന്നെ വിവാഹം കഴിച്ചു എന്ന് കരുതി നിനക്ക് അവളെ എന്തായാലും സ്വന്താക്കാൻ കഴിയില്ല. അവൾ വീട്ടുകാര് ഏതെങ്കിലും ഒരുത്തന് തലയിൽ കെട്ടിവെച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിപ്പോ തിരിച്ചെത്തിയത് അവളെ സ്വന്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തന്നെ നീ വിചാരിച്ചോ? എന്തായാലും ഞാൻ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ അവൾ എന്റെ കൂടെ കാണുമെന്നും പറഞ്ഞ് ഇവരുടെ ഫേക്ക് മാരേജ് എല്ലാം പൊളിച്ചു താൻ മിക്കയെ സ്വന്തമാക്കുമെന്ന് തന്നെ അമാൻ കോയെ ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെ പുറത്തോട്ട് ലഞ്ചിനൊക്കെ കൊണ്ടുപോയി മിക്കയെ പറഞ്ഞ് മനസ്സ് മാറ്റിയെടുക്കാനായി അമ്മൻ ആകെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. അവൾ തുറന്നു പറയുന്നുണ്ട്, ഒരുപക്ഷെ ഇവരുടേത് ഒരു ഫേക്ക് മാരേജ് ആയി തുടങ്ങിയതാണെങ്കിൽ പോലും അവളിപ്പോ കോയെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് അമ്മാനോട് അവൾക്ക് ഒരിക്കലും ആ ഒരു ഇഷ്ടമില്ല എന്ന് അവൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ അവൻ തോൽവി സമ്മതിച്ച് അവിടെ നിന്ന് മടങ്ങാൻ തയ്യാറാവുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഹരൂക്കെ എന്നൊരാളെ ഒരു ഓർഫനേജിൽ പോകുന്ന സമയത്ത് കോയും മിക്കയും കാണുന്നത്. ഈ ഒരു ഓർഫനേജിലേക്ക് മിക്കയുടെ ഫാമിലിയിൽ നിന്ന് എപ്പോഴും കാശും ആവശ്യ വസ്തുക്കളും സ്പോൺസർ ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഓർഫനേജിലായിരുന്നു കോ കുറച്ചു നാളുകൾ ജീവിച്ചിരുന്നത്. അവിടെ ഇപ്പോ മാനേജറായി നിൽക്കുന്നത് ഹറൂക്കെ എന്നൊരാളാണ്. ഹറൂക്കെ ഇവിടെ വെച്ച് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ കോയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കോയും ഹറൂക്കയും ഈ ഓർഫനേജിൽ ഒന്നിച്ച് കഴിഞ്ഞവരാണെങ്കിലും അന്ന് അവർ വലിയ കൂട്ടുകാരായിരുന്നെങ്കിലും ഇവർക്കിടയിൽ ഇപ്പോൾ സാരമായ എന്തൊക്കെയോ പിണക്കങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കോ ഹറൂക്കെ കണ്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ മാനേജറായും മാനേജറിന്റെ PAയുമായിട്ടാണല്ലോ കോയും മിക്കയും ഉള്ളത്. അവർ രണ്ടുപേരും അവരുടെ ഈ ഒരു ജോലി സംബന്ധമായ ഒരു ബിസിനസ് ട്രിപ്പിന് പോകുന്നു. അങ്ങനെ അവിടെ അതുമായി ബന്ധപ്പെട്ട് നൈറ്റ് കഴിയുന്ന സമയത്ത് മിക്ക താനിപ്പോ എല്ലാ രീതിയിലും കോയെ തന്റെ ഹസ്ബൻഡായി കാണാൻ തയ്യാറാണ് എന്നറിയിക്കുമ്പോൾ അവൻ വളരെ ഹാപ്പിയായി അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഇവർ ട്രിപ്പൊക്കെ നല്ല രീതിയിൽ അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കോ ഇല്ലാതെ തനിയെ ആ ഒരു ഓർഫനേജിലേക്ക് മിക്കയ്ക്ക് പോകേണ്ടി വരികയാണ്. അവൾ അവിടെ വെച്ച് ഹറുട്ടോയെ കാണുമ്പോൾ ഇവനോട് എന്തോ ഒരു പ്രശ്നം കോയ്ക്കുണ്ടെന്ന് അവൾക്കറിയാം. എന്താണെന്ന് അറിയില്ലെങ്കിലും പ്രശ്നമുണ്ട്, വലിയ താല്പര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് ഹറുട്ടോ സംസാരിക്കാൻ വരുമ്പോൾ മൈൻഡ് ആക്കാതെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഹറുട്ടോ അത് മനസ്സിലാക്കി തന്നെ കോയുടെ കുട്ടിക്കാലത്തെ ചില ഫോട്ടോസ് ഒക്കെ കാണിച്ച് മിക്കയോട് പതിയെ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെ അതിനുശേഷം മിക്കയെ അവരുടെ നാട്ടിലെ ഒരു സമ്പ്രദായം എന്ന രീതിയിൽ അവൾ ഒരു പ്രിൻസസ് ആണ് എന്നത് ചൂണ്ടിക്കാട്ടി അവളെ കയ്യിൽ അവൻ കിസ് ചെയ്യാനായി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടേക്ക് കോ എത്തുകയും മേലാൽ ഈ പരിപാടി ഇനി എടുക്കരുതെന്ന് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുകയാണ് മയൂമിയെ മിക്ക കാണുന്നത്. മയൂമി കോയുടെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്ന് മിക്കയ്ക്ക് അറിയാലോ. അവളുമായി കോയെ പറ്റി സംസാരിക്കുന്ന സമയം കോ വളരെ കെയറിംഗ് ആയ ഒരു ഹസ്ബൻഡ് ആണ് എന്ന കാര്യങ്ങളൊക്കെ മിക്ക പറയുമ്പോൾ പക്ഷെ കോ ഒട്ടും കെയറിംഗ് ആയ ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നില്ല എന്ന് മയൂമി പറയുന്നു. താനുമായി ഡേറ്റിംഗിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും കോ എപ്പോഴും പ്രയോറിറ്റി കൊടുത്തിരുന്നത് അവൻ ഗാർഡ് ചെയ്യുന്ന മിക്കയുടെ കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിടയിലെ റിലേഷൻഷിപ്പ് ഒരിക്കലും സ്മൂത്ത് ആയി പോയിട്ടില്ല എന്നല്ല, ഒരു പക്ഷെ മിക്ക
അറിയാതെ തന്നെ അവൾ തങ്ങൾക്കിടയിൽ അന്നൊരു കരടായി മാറി തങ്ങളെ വേർപെടുത്തി എന്ന രീതിയിൽ മയൂമി സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇവരുടെ കമ്പനിയിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി മോഡലിനെ സെർച്ച് ചെയ്യുന്നത്. ഈ സമയത്ത് അതിനുവേണ്ടിയുള്ള ഇന്റർവ്യൂല് കോയും മിക്കയും ഒക്കെ ഇരിക്കുന്ന സമയം അവിടേക്ക് എത്തുന്ന മിക്കയുടെ മുത്തശ്ശൻ, കമ്പനിയുടെ ചെയർമാനാണ് അദ്ദേഹം തനിക്കൊരു പെർഫെക്റ്റ് മോഡലിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വന്നിരിക്കുന്ന പെൺകുട്ടി റോൺ എന്നാണ് അവളുടെ പേര് പരിചയപ്പെടുത്തുന്നതെങ്കിലും അത് റോൺ അല്ല എന്ന് അവളെ കാണുമ്പോൾ യൂറി എന്ന് അവളെ നോക്കി പതിയെ കോ പിറുപിറുക്കുന്നതിൽ നിന്ന് നമുക്ക് കാണാം. കൂടാതെ ആ പെൺകുട്ടിയെ ഒരുമാതിരി കോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവന്റെ അടുത്ത് നിന്ന് തന്നെ മിക്കയും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇവർക്കിടയിലെ റിലേഷൻ എന്ന് മിക്കയ്ക്ക് പിന്നീട് മനസ്സിലാവുന്നു. കാരണം റോൺ കോവിനോട് താൻ യൂറി അല്ലെന്നും താൻ യൂറിയുടെ ട്വിൻ സിസ്റ്റർ ആണെന്നും സംസാരിക്കുന്നു. ഈ സമയം ഇവളെ കണ്ടപ്പോ യൂറി ആണെന്ന് കരുതിയാണ് അങ്ങനെ പേര് വിളിച്ചതെന്ന് സോറി പറയുന്ന കോ പിന്നീട് മിക്കയുമായി സംസാരിക്കുമ്പോൾ യൂറി എന്ന പെൺകുട്ടി തന്റെ കൂടെ ഓർഫനേജില് കുറച്ചു നാൾ കഴിഞ്ഞിരുന്നു എന്നും അവൾ തന്നെ 4 വയസ്സ് മൂത്ത ഒരു പെൺകുട്ടിയായിരുന്നെന്നും അവളെ പിന്നീട് അവളുടെ ഫാമിലി കണ്ടെത്തി കൂട്ടിക്കൊണ്ടു പോയെന്നും പറയുമ്പോൾ യൂറി എന്ന ആ ഒരു പേര് പറയുമ്പോൾ തന്നെ കോയുടെ ഉള്ളിൽ വല്ലാത്തൊരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് ഫീൽ ആവുന്ന മിക്ക ഒരു പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ലവ് ആയിരുന്നിരിക്കുമല്ലേ യൂറി എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒരു മറുപടിയും പറയുന്നില്ല. അങ്ങനെ പിന്നീട് യൂറിയുടെ കാര്യം സംസാരിക്കാനാണെന്നും പറഞ്ഞ് റോൺ താൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കോയെ വിളിപ്പിക്കുന്നു. അവിടെ ചെല്ലുന്ന അവനോട് ഞാൻ കണ്ടാൽ യൂറിയെ പോലെ തന്നെ ഇല്ലെന്ന് ചോദിച്ച് അവനെ സെഡ്യൂസ് ചെയ്യാനായി അവൾ നോക്കുമ്പോൾ അതിന് ഒട്ടും ഇൻട്രസ്റ്റ് കോ കാണിക്കുന്നില്ല. ആക്ച്വലി യൂറി മരിച്ചു എന്നത് അനാഥാലയത്തിൽ നിന്ന് പോയി കുറച്ചു നാൾ കഴിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അവളുടെ രൂപത്തിൽ അവൾക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടെന്ന് അറിയാതെ റോണിനെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടിപ്പോയതും. എന്തായാലും തന്റെ ഉള്ളിൽ ഇപ്പോ തന്റെ വൈഫായ മിക്ക മാത്രമേ ഉള്ളൂ എന്ന് തീർത്തു പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്ന സമയം ഇവൻ ഇതുപോലെ റോണിനെ കാണാനായി ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്ന കാര്യം അവൻ പറഞ്ഞു തന്നെ മനസ്സിലാക്കുന്ന വളരെ അസ്വസ്ഥപ്പെടുന്നു. അവൻ അവിടെ പോയി എന്നത് അവൾക്കറിയാം, പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് അറിയില്ലെങ്കിലും അവൾ ആകെ ടെൻഷനിലാണ്. അതിന്റെ പേരിൽ നല്ല വിഷമത്തിലും ആവുന്ന മിക്ക യൂറിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ആക്ച്വലി യൂറി 14 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അവളുടെ കല്ലറയുടെ അടുത്തേക്ക് കോ മിക്കയെ കൂട്ടി കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞ അന്ന് അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു ടീനേജ് പ്രായത്തില് യൂറിയോട് ഒരു താല്പര്യം കോയ്ക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ലൈഫില് പല മാറ്റങ്ങളും വന്ന് അവളുടെ മരണവും ഒക്കെ സംഭവിച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോ അവൻ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പഠിച്ചുവെന്നും എന്നാലും അവന്റെ ആ ഒരു മനസ്സിൽ തോന്നിയ ഫസ്റ്റ് ലവ് ആയിരുന്നല്ലോ യൂറി, അതുകൊണ്ട് അവളുടെ പേര് കേട്ടപ്പോൾ പെട്ടെന്ന് താൻ ഡിസ്റ്റർബ്ഡ് ആയതാണെന്നും അവൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇതേ സമയം കോയെ യൂറിയുടെ പേര് പറഞ്ഞ് സെഡ്യൂസ് ചെയ്യാനായി നോക്കിയ റോൺ നേരെ പോകുന്നത് ഹെറുക്കെ കാണാനായിട്ടാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്തോ ഒപ്പിക്കുന്നുണ്ട് കോയ്ക്കും മിക്കയ്ക്കും എതിരെ. അതിന്റെ ഭാഗമായിട്ടാണ് റോൺ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടതും അവൾ കോയെ സെഡ്യൂസ് ചെയ്യാൻ നോക്കിയതും. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നമ്മൾ ഒരു കഫേയിൽ വെച്ച് രഹസ്യമായി ഹറുക്കയും കോയും കണ്ടുമുട്ടുന്നത് കാണുന്നത്. ഈ സമയത്ത് നമുക്ക് ആ കുടുംബത്തിനെതിരെ പ്രതികാരം ചെയ്യാനായിട്ടുള്ള സമയമായി. നീ എന്തെങ്കിലും കറക്റ്റ് ആയി തന്നെ അവളുടെ മുന്നിൽ അഭിനയിച്ച കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്നെല്ലാം ഹറുക്ക കോയോട് പറയുമ്പോൾ അവൻ പറയുന്നതൊക്കെ ചെയ്യാൻ തയ്യാറാണെന്ന് തലയാട്ടുന്നു. ഈ സമയത്താണ് നമ്മൾ എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന ഫ്ലാഷ് ബാക്ക് കാണുന്നത്. കോയുടെ ഫാമിലി അവന്റെ കുട്ടിക്കാലത്തെ തകർന്നതാണ്. അവന്റെ അച്ഛന്റെ കടുത്ത മദ്യപാനവും അതിനുശേഷമുള്ള ഉപദ്രവിക്കലും സഹിച്ച് അവനും അമ്മയും ജീവിക്കായിരുന്നു. പക്ഷെ ഒരിക്കൽ അമ്മ ഇതെല്ലാം ഇനി താങ്ങാൻ വയ്യാതെ അവനെ ഉപേക്ഷിച്ച് വീട് വിട്ടുപോയി. അധികം വൈകാതെ ഇവനെ നോക്കാൻ താല്പര്യമില്ലാതെ അച്ഛനും പോയി. അങ്ങനെ പണ്ടേ നോക്കിയിട്ടില്ല, ഇപ്പൊ ഒട്ടും നോക്കാൻ വയ്യാന്നും പറഞ്ഞു പോയി. അങ്ങനെ ഒറ്റയ്ക്കായി ഇവൻ ഒരു അനാഥാലയത്തിൽ വന്നു. ആ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന 2 പേരാണ് ഹറുക്കയും യൂറിയും. അവർ രണ്ടുപേരും അവനേക്കാൾ അന്നേ മൂത്തതായിരുന്നു. അങ്ങനെ അനാഥാലയത്തിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കും തെറ്റായ കാര്യങ്ങൾക്കും ഒക്കെ എതിരെ പ്രതികരിച്ച് കൂടെയുള്ള കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്ത് യൂറിയും ഹറുക്കയും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റമായി അവിടെ നിലനിന്നത് കൊണ്ട് തന്നെ കോയ്ക്ക് അവരോട് ഭയങ്കര ആരാധനയായിരുന്നു. അങ്ങനെ ഇരിക്കെ 18 വയസ്സ് തികയുന്ന സമയം അനാഥാലയത്തിൽ നിന്ന് ഒരു ജോലിക്കായി പുറപ്പെട്ടു പോകേണ്ടി വരികയാണ് ഹറുക്കയ്ക്ക്. പിന്നീട് യൂറി മാത്രമേ അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റമായി കോയ്ക്കും മറ്റു കുട്ടികൾക്കും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ സാജോ ഫാമിലി, അതായത് നമ്മുടെ മിക്കയുടെ കുടുംബത്തിലെ അന്ന് ആ അനാഥാലയത്തിന്റെ അധികാരം ഏറ്റെടുത്ത് വരുന്നത് അവർ അത്ര നല്ല സ്വഭാവക്കാരായിരുന്നില്ല. അവിടുത്തെ കുട്ടികളെ ചൂഷണം ചെയ്യാറുണ്ടായിരുന്നു. ഭാര്യയും ഭർത്താവും അറിഞ്ഞുകൊണ്ട് നടന്ന ആ ഒരു ചൂഷണമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇത് യൂറിക്ക് ഒറ്റയ്ക്ക് തടയാൻ കഴിയാത്തത് കൊണ്ട് അവൾ അയാളോട് നിങ്ങൾ കുട്ടികളെ ഉപദ്രവിക്കരുത്, വേണമെങ്കിൽ എന്നെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, കുട്ടികളെ തൊട്ടുപോരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അയാൾ യൂറിയെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അവൾ അതുമൂലം അയാളുടെ പീഡനം സഹിച്ച് പ്രഗ്നന്റ് ആവുന്ന അവസ്ഥയിലും എത്തി. അയാൾ പക്ഷെ അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാതെ വീണ്ടും അവളെ തഴഞ്ഞ് ബാക്കി കുട്ടികളെ ഉപദ്രവിക്കാനായി തുടങ്ങുന്നു. ഇതിനൊക്കെ സമ്മതം നൽകിക്കൊണ്ട് തന്നെ അയാളുടെ ഭാര്യയും കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഒടുക്കം തന്നെ നശിപ്പിച്ചതും പോരാതെ കുട്ടികളെ വീണ്ടും അയാളെ ചൂഷണം ചെയ്യുന്നത് കലി പിടിപ്പിക്കുന്ന യൂറി അയാളുമായി റൂഫ് ടോപ്പിൽ നിന്ന് ബലമായി ചാടി സ്വന്തം ജീവനും എടുത്തു, അയാളെയും കൊന്നു. ഇതാണ് അവിടെ നടന്നത്. ഈ നടന്ന കാര്യങ്ങൾ ആ ഒരു ലാസ്റ്റ് നിമിഷം അവൾ അവളുടെ ജീവൻ എടുത്തതും കുട്ടികളെ രക്ഷിക്കാനായി അയാളെ കൊന്നതുമൊക്കെ കോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ നടന്ന കാര്യങ്ങളൊക്കെ ആ കുടുംബത്തിന്റെ ഇൻഫ്ലുവൻസ് മൂലം പുറം ലോകം അറിയാതെ മറയ്ക്കപ്പെട്ടു. യൂറിയെ ആരോ ദത്തെടുത്തുകൊണ്ടുപോയെന്ന രീതിയിലാണ് അവിടെ ടോക്ക് നടന്നത്. പിന്നീട് യൂറി മരിച്ചെന്നും ഒക്കെ പ്രചരിപ്പിക്കുന്നു. യൂറി ഇവിടെ വെച്ച്
പീഡനം മൂലം അവൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നതാണ് എന്നതൊന്നും തന്നെ പുറം ലോകം അറിഞ്ഞില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കോ ഇത് ഹറൂക്കയോട് പറയുന്നു. ഹറൂക്കയും കോയും കൂടി ചേർന്ന് അങ്ങനെ ആ ഒരു കുടുംബത്തിനെതിരെ പ്രതികാരം ചെയ്യാനായി തീരുമാനിച്ചു. അങ്ങനെ അതിനായി അവർ തെരഞ്ഞെടുത്തത് മീക്കയായിരുന്നു. അന്ന് ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീക്ക തീരെ ചെറിയൊരു കുട്ടിയായിരുന്നു. അവളെ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലും അവളുടെ ജീവന് ഭീഷണിയുള്ള രീതിയിലും ഇവർ തന്നെ സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്ത് ആ ഒരു സമയത്ത് കോ തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ രക്ഷപ്പെടുത്തി അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തെടുക്കുകയായിരുന്നു. അങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്ന് അവളുടെ ബോഡി ഗാർഡ് ആവാനും അവരുടെ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ എത്താനും ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആവാനും ഒക്കെ അവന് സാധിച്ചു. സമയം കിട്ടുമ്പോൾ ആ ഒരു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അനന്തരാവകാശിയായ മിക്കയെ കൊന്ന് ആ കുടുംബം തന്നെ തലമുറ അറ്റുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്താനായിട്ടാണ് ഹറൂക്കയും കോയും പ്ലാൻ ചെയ്തത്. അമാൻ ഈ ഒരു കുടുംബത്തിലെ അംഗമാണെങ്കിലും അവൻ ഈ ഒരു ഫാമിലിയുടെ കുറച്ച് ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്, അല്ലാതെ ഈ ഒരു കുടുംബത്തിന്റെ അനന്തരാവകാശിയായി വരില്ല. എന്തായാലും ഇപ്പോഴത്തെ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്ന സ്ഥിതിക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാൻ സമയമായെന്ന് ഹറൂക്ക ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് തന്നെ അന്ന് രാത്രി വീട്ടിലെത്തുന്ന കോ ഉറങ്ങിക്കിടക്കുന്ന മിക്കയെ കൊല്ലാനായി അവളുടെ കഴുത്ത് ഞെരിക്കാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അവൻ അതിന് സാധിക്കുന്നില്ല. കാരണം ഇവളുടെ ഓരോ വളർച്ചയും അടുത്ത് നിന്ന് കണ്ട ഒരാളായതുകൊണ്ട് തന്നെ ഇവൾ സമ്പന്നമായ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണെങ്കിലും അവൾ അഹങ്കാരിയല്ല. അവൾ എല്ലാവരോടും വളരെ കരുണയുള്ള പെൺകുട്ടിയാണെന്ന് അവനറിയാം. ഇവളുമായി നല്ല നല്ല ഒരുപാട് നിമിഷങ്ങൾ അവൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നത് ഉറക്കത്തിൽ ഉണരുന്ന മിക്ക കാണുന്നുണ്ട്. അവന്റെ സങ്കടത്തിന്റെ കാര്യം അറിയാതെ അവൾ അവനെ സമാധാനിപ്പിച്ച് ഉറക്കാനായി കിടത്തുന്നു. അവനും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അവളോട് ചേർന്ന് കിടക്കുന്നു. അടുത്ത ദിവസം കോ ഹറൂക്കെ ചെന്ന് കണ്ട് തനിക്ക് മിക്കയെ കൊല്ലാൻ കഴിയില്ലെന്നും താൻ മിക്കയെ പ്രൊട്ടക്ട് ചെയ്യുമെന്നും പറയുമ്പോൾ ഹറൂക്ക ഒരു തോക്കെടുത്ത് കോയുടെ കയ്യിൽ കൊടുത്തിട്ട് നിനക്ക് അങ്ങനെ അവളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നീ ആദ്യം എന്നെ കൊല്ലേണ്ടി വരുമെന്ന് പറയുന്നു. പക്ഷേ ഹറൂക്കയെ വേദനിപ്പിക്കാനും കോയ്ക്ക് കഴിയില്ല. കാരണം അവൻ ലൈഫിൽ ഒന്നുമല്ലാതെ പകച്ചു നിന്നിരുന്ന സമയത്ത് വലിയ സപ്പോർട്ട് സിസ്റ്റമായി നിന്നിരുന്ന ഒരാളാണ് ഹറൂക്ക. അവൻ അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാവുന്നു. എന്തായാലും പിന്നീട് അവൻ മിക്കയുടെ അടുത്തേക്ക് പോവുകയോ വീട്ടിലേക്ക് പോവുകയോ ഓഫീസിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓഫീസിലെ ജോലി പോലും അവൻ റിസൈൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എവിടെ പോയി, അവൻ എന്തിനാണ് ജോലി കളയുന്നത്, അവൻ എന്താ തന്നെ കാണാൻ വരാത്തത് എന്നിങ്ങനെ മിക്കയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നു. ഇതേ സമയം തന്നെ ഇവരുടെ കമ്പനിയിലെ ചില പ്രധാനപ്പെട്ട ഡേറ്റ ചോർന്ന് കമ്പനിക്ക് ആകെപ്പാടെ പ്രശ്നമാവുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ മിക്കയെ വിളിച്ചിട്ട് കമ്പനിയുടെ ചെയർമാൻ എന്ന നിലയിൽ തനിക്ക് തോന്നുന്നത് കമ്പനിയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം കോ എന്നാണെന്ന ആശങ്ക അവളുമായി പങ്കുവെക്കുന്നു. അങ്ങനെ ആ സമയത്ത് കോ ഹറൂക്കയുടെയും റോണിന്റെയും കൂടെ അവിടേക്ക് എത്തുന്നു. യഥാർത്ഥത്തിൽ റോണിന്റെ ട്വിൻ സിസ്റ്റർ തന്നെയാണ് യൂറി. യൂറിയെ പറ്റി പിന്നീട് അന്വേഷിച്ചിറങ്ങുന്ന റോണും ഹറൂക്കയും കൂട്ടിമുട്ടുകയും അങ്ങനെ യൂറിയുടെ കാര്യം പറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനായി റോണും ഈ കൂട്ടത്തിൽ ചേരുകയുമായിരുന്നു. എന്തായാലും ഇപ്പൊ 3 പേരും ഇവിടേക്ക് എത്തി അവർ പ്രതികാരം വീട്ടാനായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് ഏറ്റുപറയുന്നു. കൂടാതെ ഇത് കേൾക്കുന്ന അവളുടെ മുത്തശ്ശൻ ഒരിക്കലും ഓർഫനേജിൽ നടന്ന ഇത്തരം അനീതിയോ അതിൽ പങ്കുകൊണ്ട് തങ്ങളുടെ കുടുംബാംഗങ്ങളെ പറ്റിയോ തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നും ആ തെറ്റുകൾക്ക് ക്ഷമിക്കണമെന്നും ഒരുപക്ഷെ തന്റെ ജീവൻ എടുത്താൽ അവർക്ക് പൊറുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാമെന്നും മിക്കയെ ഒന്നും ചെയ്യരുതെന്നും മുത്തശ്ശൻ റിക്വസ്റ്റ് ചെയ്ത് സ്വന്തം ജീവൻ സ്വയം എടുക്കാനായി ഒരുങ്ങുമ്പോൾ മിക്ക അത് തടയുന്നു. ഈ സമയം മിക്കയെ വെടിവെക്കാനായി ഹറൂക്ക ഒരുങ്ങുമ്പോൾ അത് എതിർത്തുകൊണ്ട് കോ ആ വെടിയുണ്ട സ്വയം ഏറ്റുവാങ്ങുന്നു. അങ്ങനെ ഹറൂക്ക മിക്കയ്ക്ക് നേരെ വെച്ച 2 വെടിയുണ്ടകളും കോയാണ് ഏറ്റുവാങ്ങുന്നത്. അവൻ അങ്ങനെ രക്തത്തിൽ കുളിച്ച് താഴെ വീഴുന്ന സമയം കോയ്ക്ക് വലിയ ആപത്ത് സംഭവിച്ചു എന്ന വിശ്വാസത്തിൽ എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ മിക്ക സ്വയം വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ റോൺ അവളെ തടുക്കുന്നു. കാരണം കോയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉപേക്ഷിക്കാനായി തയ്യാറായ മിക്ക ഒരിക്കലും സ്വാർത്ഥയായ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമല്ല എന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് അത്ര സ്പെഷ്യൽ ആയതുകൊണ്ടാണല്ലോ അവൾ അങ്ങനെ മുതിരുന്നത്. എന്തായാലും വെടിയേറ്റ് താഴെ വീണ അവനെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന സമയം ഭാഗ്യവശാൽ വലിയ ആപത്തൊന്നുമില്ലാതെ അവൻ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ പിന്നീട് താൻ ഒരു ചതിയനായിരുന്നു എന്നതിപ്പോ മിക്കയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ തന്നെ ഏത് രീതിയിൽ കാണും എന്ന പേടി ഉള്ളിലുള്ളതുകൊണ്ട് അവളോട് മിണ്ടാനോ പഴയതുപോലെ കാണാനോ ഒന്നും തയ്യാറാവുന്നില്ല. അവൾ അവോയ്ഡ് ചെയ്യാനായി അവൻ ഡിവോഴ്സ് ആണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ അത് സൈൻ ചെയ്തു കൊടുക്കുന്നു. പിന്നീട് കോയെ പറ്റി ഒരു വിവരവുമില്ല. ഹോസ്പിറ്റലിലെ ചികിത്സയിൽ ഉണ്ടായിരുന്ന അവൻ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് എങ്ങോട്ടോ പോവുകയും ചെയ്തു. അങ്ങനെ ഫാമിലി പ്രഷർ മൂലം അവൾക്ക് ഒരു മാരേജിനപ്പോ തയ്യാറാവേണ്ടി വരുന്നു. അവളെ അപ്പൊ കല്യാണം കഴിക്കുന്നത് അമ്മാനാണ്. പേരിന് കല്യാണം നടന്നെങ്കിലും അവൾ അവനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവൻ അവളോട് ക്ലോസ് ആവാനായി നോക്കുമ്പോഴൊന്നും അവളെ സമ്മതിക്കുന്നേ ഇല്ല. ഒരുപാട് ട്രൈ ചെയ്തിട്ട് നടക്കാതെ അവൾ തന്നെ ഇഷ്ടപ്പെടില്ല എന്ന് കൺഫേം ആകുന്ന അവൻ അവളെ പിന്നീട് പ്രഷറൈസ് ചെയ്യുന്നില്ല. അവൾ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കോയ്ക്കുള്ള അന്വേഷണത്തിലായിരുന്നു. ഒടുക്കം അവൻ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് അവൾ ചെല്ലുമ്പോൾ അവൻ ഒരിക്കലും അവളെ ഇനി പഴയതുപോലെ തനിക്ക് കാണാൻ കഴിയില്ല, അവളുടെ മുന്നിൽ നിൽക്കാൻ ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അവനെ അവളുടെ നന്മ മാത്രമേ കരുതിയിട്ടുള്ളൂ, അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവ് അവൾക്കുണ്ടെന്നും അതുകൊണ്ട് അവനില്ലാതെ അവൾക്ക് വേറൊരു ജീവിതം ഇല്ലാന്ന് പറഞ്ഞ് അവൾ അവിടെ അങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ അവനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇപ്പൊ അവൻ അവോയ്ഡ് ചെയ്യാനായി നോക്കിയത്, കുറ്റബോധവും പേടിയും ഒക്കെ കൊണ്ടാണ്. അത് അവൻ തുറന്നു പറയുമ്പോൾ എല്ലാം
മറന്ന് ഒന്നിച്ച് ജീവിക്കാനായി തയ്യാറാണെന്ന് അവൾ തീർത്തു പറയുന്ന സമയം അവരങ്ങനെ ആ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഒരിക്കൽ ഒന്നിച്ച് പിന്നീട് പിരിയേണ്ടി വന്നിവർ വീണ്ടും ഇവിടെ ഒന്നിക്കുകയാണ്. പക്ഷെ അത് ആദ്യത്തെ പോലെ ഒരു ഫേക്ക് മാരേജ് അല്ല, റിയൽ ആയ മാരേജിലൂടെ. അങ്ങനെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഇങ്ങനെ കഥയിൽ ഇത്രയും വലിയ ട്വിസ്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചോ? കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.